കാർഷിക ജീവനം. കൃഷി അറിവുകളും അനുഭവങ്ങളും. കാർഷിക ജീവനത്തിൽ ഇന്നത്തെ നമ്മുടെ യാത്ര നേര്യമംഗലത്തേക്കാണ് കേട്ടോ. എന്തിനാ ഈ നേര്യമംഗലം വരെ പോകുന്നത് എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിച്ചത് അല്ലേ? എന്നാ പറയാം. നേര്യമംഗലത്ത് നമ്മുടെ ജില്ലാ കൃഷിത്തോട്ടമുണ്ട്. ഏകദേശം 250ഓളം ഏക്കറാണ് കേട്ടോ ഈ കൃഷിത്തോട്ടം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നത്. ഈ 250 ഏക്കർ കൃഷി എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ അറിയാനുള്ളൊരു ജിജ്ഞാസയിലാണ് കേട്ടോ ഞാൻ. അപ്പം നിങ്ങൾക്കും അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉള്ളിലുണ്ടാവും ഇല്ലേ? നമുക്കെന്നാ പോയിട്ട് വരാം. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂറോളം യാത്രയുണ്ട് കേട്ടോ ഈ പറയുന്ന നേര്യമംഗലം കൃഷിത്തോട്ടത്തിലേക്ക്. അപ്പോൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാനിവിടെ എത്തിയിട്ടോ. ഇവിടെ കവാടത്തിൽ തന്നെ കമനീയമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. കവാടത്തിലൂടെ ഫ്രണ്ടിലേക്ക് കുറച്ച് ദൂരം പോകണം കേട്ടോ. അപ്പോഴാണ് ഇവരുടെ ഓഫീസ് സമുച്ചയം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ ഞാനിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഓഫീസിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലനിരകളാണ് കേട്ടോ. പ്രകൃതി ഭംഗി അത്രയേറെ കനിഞ്ഞ് ഇവിടെ നൽകിയിരിക്കുകയാണ്. അതായത് ചുറ്റും മലനിരകൾ മുകളിൽ നമുക്ക് കാണാം. അതുകൂടാതെ പച്ചപ്പും പുഷ്പലതാദികളും ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഇവിടം അലങ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫാം ഓഫീസ് ഉണ്ട്. നമുക്ക് അവിടെ കയറിയിട്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. എക്സ്ക്യൂസ് മീ മാം. ആരായിരുന്നു മാഡം, ഞാൻ ആകാശവാണി കൊച്ചി FM-ന്റെ കാർഷിക ജീവനം എന്ന് പറഞ്ഞ പരിപാടിയിൽ നിന്നാണ് വരുന്നതേ. വന്നോളൂ. നേര്യമംഗലത്തെ കൃഷിത്തോട്ടത്തെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് വിശദമാക്കി തരാമോ? അതെന്തായിരിക്കും, നമുക്ക് സംസാരിക്കാം. മാഡത്തിൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് മിൻറ്റു ഹന്ന റെജി, ഫാമിലെ കൃഷി ഓഫീസറാണ്. എൻ്റെ പേര് ഹരിത MR, ഫാമിലെ കൃഷി ഓഫീസറാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഇവിടുത്തെ കൃഷി ഓഫീസർമാരല്ല. അപ്പോൾ നമുക്ക് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. മാഡം, ഇതിൻ്റെ ഒരു പ്രവർത്തന ശൈലി, അതായത് ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? ഗുണമേന്മയുള്ള തൈകളും വിത്തുകളും ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഫോക്കസ്. 234 ഏക്കറാണ് നമ്മുടെ ഫാമിൻ്റെ ഒരു ഏരിയ വരുന്നത്. അതിൽ മെയിനായിട്ട് നമുക്ക് പ്രോജനി ഓർച്ചാഡുകളാണുള്ളത്. മാവ്, പ്ലാവ്, കൊക്കോ, ജാതി, പിന്നെ എക്സോട്ടിക് ഫ്രൂട്ട് ക്രോപ്സ്, അതിൻ്റെയൊക്കെ പ്രോജനി ഓർച്ചാഡുകൾ, പിന്നെ തെങ്ങ്, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കൃഷികൾ. ഇതിൻ്റെയൊക്കെ തൈകൾ ഉൽപ്പാദനമാണ് നമ്മുടെ മെയിൻ ഫോക്കസ്. ഫ്രൂട്ട് ക്രോപ്സ്, ഓർണമെൻ്റൽ പ്ലാന്റ്സ്, മെഡിസിനൽ പ്ലാന്റ്സ്, പിന്നെ തെങ്ങൻ തൈ, കുരുമുളക്, ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് തൈകളായിട്ട് പോകുന്നത്. പിന്നെ പച്ചക്കറി വിത്തുകൾ, ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ്. ഇതിന് പുറമെ നമുക്ക് IFS സിസ്റ്റത്തിൽ കോഴി, പശു, ആട്, മുയൽ, താറാവ് തുടങ്ങിയുള്ള പക്ഷിമൃഗാദികളും നമ്മുടെ ഫാമിലുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ പരിചരണമൊക്കെ? പരിചരണം മെയിനായിട്ട് നമ്മുടെ ലേബേഴ്സ് മുഖേനയാണ്. നമുക്ക് 229 ലേബേഴ്സ് ഉണ്ട്. 111 പെർമനൻറ്റ് സ്റ്റാഫും ബാക്കി കാഷ്വൽ ലേബേഴ്സാണ് ഉള്ളത്. നമ്മൾ ഈ മൊത്തം ഏരിയ നമ്മളൊരു 11 പ്ലോട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ പ്ലോട്ടും ഒരു 10 ലേബേഴ്സിന് നമ്മൾ ചുമതല കൊടുത്തിട്ടുണ്ട്. അവരിൽ ബ്ലോക്ക് ലീഡേഴ്സിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർ മുഖേനയാണ് പ്രവർത്തനങ്ങൾ മെയിനായിട്ട് നടക്കുന്നത്. പിന്നെ ഇത് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 അഗ്രികൾച്ചർ അസിസ്റ്റന്റ്മാരുണ്ട്, 2 കൃഷി ഓഫീസർമാരുണ്ട്, പിന്നെ നമ്മുടെ ഹെഡായിട്ട് ഫാം സൂപ്രണ്ട് ഉണ്ട്. ഇപ്പോൾ ഇവിടെ മലനിരകൾ അതുപോലെ താഴ്ന്ന പ്രദേശങ്ങൾ ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണല്ലോ. ജലസേചനമൊക്കെ എങ്ങനെയാണ് ഇവിടെ നടത്തുന്നത്? നമുക്ക് 2 50 HP പമ്പ് സെറ്റ് ഉണ്ട്, പിന്നെ 30 HP പമ്പ് സെറ്റ്, പിന്നെ 10 HP, 5 HP, അങ്ങനെ നമുക്ക് പമ്പ് സെറ്റുകളുണ്ട്. 1,00,000 കപ്പാസിറ്റിയുള്ള ടാങ്കുകൾ വിവിധ ബ്ലോക്കുകളിലുണ്ട്. അതിൽ നിന്ന് പിന്നെ പൈപ്പ് ലൈൻ വഴിയാണ്. പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ മുതലായ ആധുനിക ടെക്നിക്സും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ തരത്തിലുള്ള സേവനങ്ങളാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത്? സേവനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വിത്തും തൈകളും നമ്മൾ കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. കൃഷിഭവൻ ത്രൂ നമ്മൾ എത്തിക്കുന്നുണ്ട്. അല്ലാതെ നമ്മുടെ എക്കോ ഷോപ്പ് ഉണ്ട്, എക്കോ ഷോപ്പ് ത്രൂ നമ്മൾ കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ അതിന് പുറമെ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ, പഴങ്ങൾ, ഇതെല്ലാം സെയിലിന് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ വിവിധ കൃഷിഭവനിൽ നിന്നും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും വരുന്ന കർഷകർക്ക് ഇവിടെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫാം കണ്ട് വിസിറ്റ് ചെയ്ത് ട്രെയിനിങ്ങോടുകൂടി അവർക്ക് ഉള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പാടാക്കി കൊടുക്കും.
കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ട്രെയിനിങ്ങിന് പങ്കെടുക്കണം എന്നൊരു കർഷകൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് കൃഷിഭവൻ മുഖേനയാണ്. അപ്പോൾ കൃഷിഭവനിൽ നിന്നും കർഷകരെ ഇങ്ങോട്ട് എത്തിച്ച് അവർക്കാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള കർഷകർ അവരുടെ അതായത് കൃഷിഭവനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ട്രെയിനിങ്ങിൻ്റെ ടൈം ആകുമ്പോൾ അവർ ഫാമേഴ്സായിട്ട് ഇവിടെ വരും. അപ്പോൾ നമുക്ക് ഫാം കണ്ട് ഇതാക്കാം. അല്ലാതെ ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പ്രവൃത്തി ദിവസങ്ങളിൽ 10 to 5 ഫാമിൽ വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇവിടുത്തെ കൃഷി ഓഫീസർ ഹരിത മാഡം ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ട്. മാഡം, നമ്മളിപ്പോൾ കയറി വരുമ്പോൾ അവിടെ ഒരു ഷോക്കേസിൽ കുറേ അധികം വന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഈ ഫാമിലെ ഉൽപ്പന്നങ്ങൾ ഒക്കെയാണെന്ന് തോന്നുന്നു. തേൻ, ദന്തപാല എണ്ണ, അതുപോലെ കുന്നിക്കുരു, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. അതൊക്കെ ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണോ? ഇങ്ങനെയാണ് അത് നമ്മുടെ വരുന്ന സന്ദർശകർക്ക് ലഭ്യമാണോ? അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായും അതെല്ലാം നമ്മുടെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. ഇപ്പം കാണാം, അതിനകത്ത് നമുക്ക് ദന്തപാല എണ്ണയുണ്ട്, നീലാമരി എണ്ണയുണ്ട്, കുത്തിയ അരിയുണ്ട്, മഞ്ഞൾപ്പൊടി, കറുവപ്പട്ട, തേൻ, ചെറുതേനുണ്ട്, വൻതേനുണ്ട്. ആദ്യമായ കുറേ ഐറ്റംസ് നമുക്കതിനകത്ത് കാണാം. ഇതെല്ലാം നമ്മുടെ പ്രൊഡക്ട്സ് തന്നെയാണ്. ഇത് നമുക്കിവിടെ എക്കോ ഷോപ്പ് വഴി സെയിലും ഉണ്ട്. കർഷകർക്ക് അല്ലെങ്കിൽ പബ്ലിക്കിന് നമുക്ക് എക്കോ ഷോപ്പ് വഴി വാങ്ങാവുന്നതാണ്. ഈ കുന്നിക്കുരു അതുപോലെയുള്ള മറ്റ് സാധനങ്ങളൊക്കെ അത് നമ്മുടെ ഇവിടെ മരത്തിൽ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. സൂപ്രണ്ടിൻ്റെ റൂമിൽ തന്നെ ഭരണിയിൽ നിങ്ങൾക്ക് കാണാം, ഒരു ഭരണി നിറയെ നമ്മളത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരി. പിന്നെ മറ്റ് പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ചെടികളുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളിവിടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ടും ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെ ഉൽപ്പാദനവും അതിൻ്റെ വിപണനവുമാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് കാണാം, നമുക്ക് പ്രോജനി ഓർച്ചാഡുകളുണ്ട്. മാവിൻ്റെ, പ്ലാവിൻ്റെ പല വെറൈറ്റീസിലുള്ള മാവ്, പ്ലാവ് വെറൈറ്റീസ്, റംബൂട്ടാന് എല്ലാം നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം തൈകൾ ഉൽപ്പാദിപ്പിച്ച്, ഗുണമേന്മയുള്ള തൈകൾ വെറൈറ്റി അനുസരിച്ച് ഉൽപ്പാദിപ്പിച്ച് അത് പോളി ഹൗസും റെയിൻ ഷെൽട്ടറും അതിനായിട്ടുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. പിന്നെ ട്രെയിനിങ് ലഭിച്ച 23 തൊഴിലാളികൾ നമുക്കുണ്ട്. ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് അവർക്ക് ട്രെയിനിങ് ലഭിച്ചവരാണ്. അപ്പോൾ അവരാണിത് ഈ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കൃഷിഭവൻ വഴിയും നമ്മുടെ എക്കോഷോപ്പ് വഴിയും നമുക്ക് വിപണനത്തിന് തൈകൾ തയ്യാറാക്കും. ഏതൊക്കെ വിഭാഗത്തിലുള്ള തൈകളാണ് നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുള്ളത്? നമുക്കിപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സ് എന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ മാവ്, പ്ലാവ്, റംബൂട്ടാൻ, പേര, പിന്നെ വിത്ത് മുളപ്പിച്ചെടുക്കുന്നതാണെങ്കിൽ നമുക്ക് മാംഗോസ്റ്റീൻ ഉണ്ട്, ബറാബ, അബിയു, മിൽക്ക് ഫ്രൂട്ട്, ജാമുൻ, ആദ്യമായ കുറേ ഐറ്റംസ് നമുക്കുള്ളതാണ്. കൊക്കോ ബഡും സീഡ്ലിങ്സും നമുക്ക് അവൈലബിൾ ആണ്. CCRPയുടെ 1 മുതൽ 14 വരെയുള്ള വെറൈറ്റീസ് നമുക്ക് കൊക്കോ ബഡ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് തെങ്ങൻ തൈകൾ ലഭ്യമാണ്. WCT ഹൈബ്രിഡ് കുള്ളൻ തൈകൾ നമുക്ക് അവൈലബിൾ ആയിരുന്നു. ഇപ്പം കൃഷിഭവൻ വഴിയെല്ലാം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ കുരുമുളക് വള്ളി മെയിനായിട്ട് നമ്മൾ 2 തരത്തിൽ ചെയ്യുന്നുണ്ട്. നാഗപതി ചെയ്യുന്നുണ്ട്, അതുപോലെ തവാരണ എടുത്ത്, അങ്ങനെ അത് ചെയ്യുന്നത് കർഷകരുടെ ഫീൽഡിൽ തന്നെ നമ്മൾ പോയി ഗുണമേന്മയുള്ള വള്ളികൾ എടുത്തിട്ടാണ് നമ്മൾ തവാരണ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. രണ്ടാമത്തത് നാഗപതി തൈകൾ ചെയ്യുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള വെറൈറ്റീസ് സെർപ്പൻറ്റൈൻ ലെയറിംഗ് മെത്തേഡിൽ, അപ്പം വെറൈറ്റി അനുസരിച്ച് കർഷകർക്ക് ഇവിടുന്ന് വാങ്ങാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ആടുകൾ, കോഴി അങ്ങനെയൊക്കെ വളർത്തുന്നുണ്ടല്ലോ. അതിനെയൊക്കെ എങ്ങനെയാണ്? മുട്ടയുടെ ഉൽപ്പാദനത്തിനാണോ അതോ നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കുകയാണോ? എങ്ങനെയാണ്? അലങ്കാരക്കോഴികളാണ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത്. മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു പ്രായമാകുമ്പോൾ കൊടുക്കാറുണ്ട്. അലങ്കാര വിഭാഗത്തിൽ പെടുന്ന പലതരത്തിലുള്ള കോഴികളാണ് നമുക്കുള്ളത്. നമുക്ക് കാണാം, ഓരോ കൂട്ടിലും അതിൻ്റെ പെയറായിട്ട് നമ്മൾ ഇട്ടേക്കാണ്. അപ്പോൾ അതിൻ്റെ മുട്ട വരുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്ത് വിരിയിച്ച് കുഞ്ഞുങ്ങളെ പ്രായമാകുമ്പോൾ നമ്മൾ പുറത്ത് സെയിൽ ചെയ്യാറുണ്ട്. താറാവൊക്കെ ഏത് ഇനത്തിലുള്ളതാണ്? വിഗോവ താറാവാണ് നമ്മൾ ഇവിടെ വളർത്തുന്നത്. താറാവ് നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ അത് നമ്മൾ സെയിൽസ് കൗണ്ടർ വഴി മീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തോട്ട് വിൽക്കും. മുട്ടയും ഉണ്ട്, കൂടാതെ നമ്മൾ മീറ്റ് പർപ്പസിന് വേണ്ടിയിട്ടും ഇതുണ്ട്. മെയിനായിട്ട് ഇവിടുത്തെ IFS ലൈഫ് സ്റ്റോക്ക് എല്ലാം നമ്മൾ പരിപാലിക്കുന്നത് ഫാം ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടാണ്. വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു ആകർഷണം എന്നുള്ള രീതിക്കാണ് മെയിനായിട്ടുള്ളത്. നമ്മുടെ ഫാമിൻ്റെ മെയിൻ പ്രവർത്തനം എന്ന് പറയുന്നത് തൈ ഉൽപ്പാദനമാണ്. കൂടാതെ ഫാം ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതെല്ലാം സംരക്ഷിച്ചു പോരുന്നതാണ്. അപ്പോൾ ഇവിടെ ഫാം ടൂറിസവും നിലവിൽ ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ആട്, പശു ഒക്കെ ഉണ്ട്. അതൊക്കെ ഏതൊക്കെ ഇനത്തിൽപ്പെട്ട പശുക്കളും ആടുകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്? ആട് നമുക്ക് മെയിനായിട്ട് ജമുനാപ്യാരി, മലബാരി, ബീറ്റിൽ മുതലായ സങ്കരയിന ആടുകളാണ്. പിന്നെ അവരുടെ ക്രോസും നമുക്കുണ്ട്. പശുക്കൾ നമുക്ക് മെയിനായിട്ട് നാടൻ പശുക്കളാണ്. വെച്ചൂര്, കുട്ടമ്പുഴ കുള്ളൻ, കാസർഗോഡൻ കുള്ളൻ മുതലായ നാടൻ പശുക്കളാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ പരിപാലിക്കുന്നത്. ഫലവൃക്ഷങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ ഔഷധ സസ്യങ്ങളുടെ ഇനത്തിൽ ഏതൊക്കെ ചെടികളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്? ഔഷധസസ്യങ്ങൾ ഒരു 250 വെറൈറ്റികളും നമുക്കുണ്ട്. അതിൽ മെയിനായിട്ട് ദന്തപാല, നീലമിരി, രാമച്ചം, ചങ്ങലം പരണ്ട, മുറികൂട്ടി, ബ്രഹ്മി, പലകപ്പയ്യാനി, കറ്റാർവാഴ, അയ്യപ്പന, അങ്ങനെയുള്ള വെറൈറ്റീസാണ് മെയിനായിട്ട്. അപ്പോൾ ഇവിടെ പശുക്കൾ, ആടുകൾ ഒക്കെ വളർത്തുന്നുണ്ടല്ലോ. അതുങ്ങൾക്കൊക്കെയുള്ള ഭക്ഷണം ഇവിടെ തന്നെയാണോ അതിനുള്ള തയ്യാറാക്കുന്നത്? പുല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വളർത്തി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണോ?
പുൽകൃഷിയുണ്ട്, അല്ലാതെ നമ്മുടെ സാധാ പുല്ലും ആണ് മെയിനായിട്ടുള്ള അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ തവിട്, കാലിത്തീറ്റ ഇതെല്ലാം നമ്മൾ ടെൻഡർ വിളിച്ച് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഷോക്കേസിൽ ഇരുന്നിരുന്നതിൽ കുത്തിയ അരിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നെൽകൃഷിയും ഉണ്ടോ? നമുക്കൊരു 1.5 ഏക്കർ നെൽകൃഷിയാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. അത് സീസൺ അനുസരിച്ച് നമ്മൾ മാറി മാറി ചെയ്യാറുണ്ട്. ജ്യോതി ചെയ്യാറുണ്ട്, IR5 ചെയ്യാറുണ്ട്. നാളികേരത്തിന്റെ വിത്ത്, ചെറിയ തൈകൾ ഒക്കെ ഉൽപ്പാദിപ്പിച്ച് നൽകുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞുതരാമോ? നമ്മുടെ കോക്കനട്ട് നഴ്സറിയിൽ നമ്മൾ മെയിനായിട്ട് WCT, പിന്നെ ഡ്വാർഫ്, പിന്നെ ഹൈബ്രിഡ്, ഈ 3 ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകളാണുള്ളത്. വിത്ത് തൈക നമുക്ക് ചാവക്കാട് അല്ലെങ്കിൽ വടകര യൂണിറ്റുകളിൽ നിന്നാണ് വരുന്നത്. അത് നമ്മളിവിടെ തൈയാക്കി ഉൽപ്പാദിപ്പിച്ച് നമ്മളത് കൃഷിഭവൻ ത്രൂ കർഷകരിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ സെയിൽസ് കൗണ്ടർ ത്രൂ ജനറൽ സെയിലിനും നമ്മൾ കൊടുക്കാറുണ്ട്. WCT 100 രൂപയാണ്, ഡ്വാർഫും 100 രൂപയാണ്, ഹൈബ്രിഡ് തെങ്ങുകൾക്ക് 250 രൂപയാണ് വില. ഇവിടെ നമ്മൾ ഈ ഔഷധ സസ്യങ്ങളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു വില വിവരം? ഔഷധ സസ്യങ്ങൾക്കെല്ലാം 30 രൂപയാണ് നമ്മുടെ ഒരു റേറ്റ് വരുന്നത്. ഇപ്പം ഫ്രൂട്ട് പ്ലാന്റ്സിൽ പ്ലാവ് ബഡിന് 150 രൂപ, മാവ് ഗ്രാഫ്റ്റ് ചെയ്തതിന് 150 രൂപ, റംബൂട്ടാൻ ബഡിന് 250 രൂപ. പിന്നെ സീഡ്ലിങ്സ് വരുന്നുണ്ട്, നമുക്ക് മിൽക്ക് ഫ്രൂട്ട്, അബിയോ അങ്ങനെ പറഞ്ഞില്ല, അതിനൊക്കെ 50 രൂപ, 30 രൂപ, 35 രൂപ, അങ്ങനെ ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട്. വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന തേൻ ഇവിടെ നിന്ന് തന്നെയുള്ളതാണോ? അതെ, നമ്മുടെ തന്നെയാണ്. ചെറുതേൻ്റെ പെട്ടി നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം. നമ്മൾ പുറത്തൊക്കെ ചെറുതേനീച്ചകൾ തന്നെ പാറി നടക്കുന്നതായിട്ട് കാണാം. നമ്മുടെ ലേബേഴ്സ് ചേട്ടന്മാർ തന്നെ, അവർ തന്നെയാണത് പ്രോസസ്സ് ചെയ്ത് എടുത്ത് നമ്മൾ പിന്നെ എക്സ്ട്രാക്ട് ചെയ്ത് കുപ്പിയിലാക്കിയിട്ട് സെയിൽ ചെയ്യുന്നത് നമ്മുടെ തന്നെ ഐറ്റമാണ്. അപ്പോൾ ഇവിടെ വന്ന് കാണാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നേരിട്ട് ഇവിടേക്ക് വന്നാൽ മതിയോ? എങ്ങനെയാണ്? ടൂറിസ്റ്റുകൾക്ക് നേരിട്ട് ഫാം വിസിറ്റ് ചെയ്യാവുന്നതാണ്. അവർക്കൊരു ചെറിയൊരു എൻട്രി ഫീസ് മാത്രമേ ഉള്ളൂ, 20 രൂപ. മുതിർന്നവർക്ക്, കുട്ടികൾക്ക് 10 രൂപ. ആ എൻട്രി ഫീസ് അടച്ച ശേഷം അവർക്ക് ഫാം വിസിറ്റ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ഈ ഫാമിൻ്റെ വിസിറ്റിംഗ് സമയം? എല്ലാ പ്രവൃത്തി ദിവസവും രാവിലെ 10 തൊട്ട് 4:30 വരെയാണ് വിസിറ്റിംഗ് ടൈം. അപ്പോൾ നമുക്ക് ഈ ഫാം ഒന്ന് നടന്ന് കാണാൻ പറ്റുമോ മാഡം? കാണാം. നമുക്ക് ഫുൾ എല്ലാ ബ്ലോക്കുകളും നമുക്ക് കാണാം. എന്നാൽ നമുക്ക് പോവാം അല്ലേ? പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ ഇടത്തുവശത്ത് നല്ല ഭംഗിയുള്ള തോട്ടമാണ് കേട്ടോ. അവിടെ നിറച്ച് റോസ്, മറ്റ് പൂച്ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കൂടാതെ ലവ് ബേഡ്സിൻ്റെ ഒരു കൂടുണ്ട്. നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ കൃഷിക്ക് അവലംബിച്ചിരിക്കുന്ന രീതികൾ തന്നെ പലതാണ് കേട്ടോ. ഷീറ്റ് കൊണ്ടൊരു വീടിൻ്റെ മേൽക്കൂരയുടെ പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഷീറ്റിന് മുകളിലായിട്ട് സ്റ്റെപ്പായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഓരോ സ്റ്റെപ്പിലും 2 ഗ്രോ ബാഗ് വീതമാണ് കേട്ടോ വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിന് പ്രത്യേക ഭംഗി കൂടാതെ ഷീറ്റിനകത്തുള്ള സ്ഥലം നമുക്ക് ഉപയോഗിക്കുക കൂടി ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ മേൽക്കൂരയുടെ ഒരു വശത്ത് ഗ്രോ ബാഗ് ആണെങ്കിൽ മറുവശത്ത് ചെടിച്ചട്ടികളാണ് കേട്ടോ വച്ചിരിക്കുന്നത്. ഇവിടെ പല യൂണിറ്റുകളായിട്ടാണ് കേട്ടോ ഓരോന്നിനെയും തിരിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് മുയലുകളെ വളർത്തുന്നു, മറ്റൊരു ഭാഗത്ത് കോഴികളെ വളർത്തുന്നു, പിന്നെ ആട്, അങ്ങനെ ഒരുപാട് വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജീവികളെയാണ് കേട്ടോ ഇവരിവിടെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ, ഒരു പ്രത്യേക ഇതാണ് ഇവിടെ കേട്ടോ. അപ്പോൾ ഇവിടെ ഈ മുയൽ വളർത്തുന്ന ഈ ഒരു കേന്ദ്രത്തിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല വൃത്തിയായിട്ടാണ് കേട്ടോ ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ സ്റ്റീലിൻ്റെ ഓരോ കൂട്ടിൽ ഓരോ മുയലുകൾ, അതല്ലെങ്കിൽ ഇണകളായിട്ട് ഒക്കെയാണ് കേട്ടോ ഇവരിവിടെ സംരക്ഷിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആൾക്കാരോടൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇവിടെ ചേച്ചീനെ കപ്പയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, മുയലിനൊക്കെ കൊടുക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ചേച്ചി, ഈ കപ്പയൊക്കെ എന്തിനാ അരിയുന്നത്? ഞങ്ങൾ കോഴി താറാവിന് വേവിച്ച് കൊടുക്കാനാണ്. അതിൻ്റെ കൂടെ തീറ്റ ഇട്ട് കൊടുക്കും. കപ്പ ഇങ്ങനെ അരിഞ്ഞിട്ട് അത് വേവിക്കും അല്ലേ? അതിലെന്തെങ്കിലുമൊക്കെ ചേർക്കുമോ? ഞങ്ങൾ താറാവിൻ്റെ തീറ്റകൾ ഇട്ട് കൊടുക്കും. എല്ലാം കൂടിയാണോ വേവിക്കുന്നത്? അല്ല, തീറ്റ വേറെ, കപ്പയും കായ എല്ലാവരും കൂടി വേവിക്കും. എന്നിട്ട് താറാവിന് കുഴച്ച് കൊടുക്കും. എത്ര താറാവുകളൊക്കെ ഉണ്ട് ഇവിടെ? ഇവിടെ 2 സ്ഥലത്തായിട്ട് 200 താറാവുണ്ട്. കോഴിക്കും താറാവിനും മാത്രമാണോ ഈ ഒരു തീറ്റ? കോഴിക്കും താറാവിനും മാത്രമേ ഇത്. കോഴികൾ എത്രയുണ്ട് ഇവിടെ? ഇപ്പം അലങ്കാര കോഴി ഇപ്പം 100 പേരുണ്ട്. വളർത്തുകോഴി, മുട്ടക്കോഴി 100 പേരുണ്ട്. 200 താറാവുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ നമുക്ക് പെല്ലറ്റ് വാങ്ങിത്തരും. പെല്ലറ്റിൻ്റെ കൂടെ നമ്മുടെ കൃഷിഭൂമിയിലുള്ള വേസ്റ്റ് വരുന്ന കപ്പ, കായ, അതേപോലെ ചക്കയൊക്കെ നമ്മൾ വെട്ടി വേവിച്ച് നമ്മൾ അതിൻ്റെ തീറ്റയുടെ കൂടെ ഇട്ട് കൊടുക്കും. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് ബിജി സിബി. ചേച്ചിയുടെയോ?
ഐഷാമീര. അപ്പോൾ ഇവിടെ ചേച്ചിമാരിരുന്നിട്ട് ഈ കോഴിക്കും താറാവിനും ഒക്കെയുള്ള തീറ്റയ്ക്കുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. ഇപ്പം നേരിയ കപ്പ അതൊക്കെ അരിഞ്ഞ് എടുക്കുകയാണ് കേട്ടോ അവരിവിടെ. നമ്മുടെ ഇവിടെ ഈ കൂട്ടിലെ മുയലിനെയൊക്കെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പല കൂട്ടുകളിലും ഒരെണ്ണം, ചിലതിൽ 2 എണ്ണം. ഇതെങ്ങനെ ബ്രീഡിങ്ങിനുള്ള ഗേജാണോ, എന്താണ് ഇതിൻ്റെ ഒരു അതിനെക്കുറിച്ച് ഞാൻ പറയാം. ബ്രീഡിങ്ങിനായിട്ടുള്ള മെയിൽ ഫീമെയിൽ റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കൂട്ടിലേക്ക് ഒന്നിച്ചിടാം. അത് കഴിഞ്ഞിട്ട് ഫീമെയിൽ പ്രഗ്നൻ്റ് അല്ലെങ്കിൽ കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ മെയിലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് മദറിനും ആ കുഞ്ഞുങ്ങൾക്കും വേണ്ടി നമ്മൾ അതിനെ സെപ്പറേറ്റ് ആക്കാറുണ്ട്. അതുകൊണ്ടാണ് അവിടെ കൂട്ടിൽ ഒരെണ്ണം ഒറ്റയ്ക്കൊക്കെ കിടക്കുന്നത്. അതുപോലെ തള്ളയും കുഞ്ഞുങ്ങളും സെപ്പറേറ്റ് തന്നെയാണ് കിടക്കുന്നത്. മെയിലിനെ നമ്മൾ ആ ടൈമിൽ കൂടി ഇടാറില്ല. ചേച്ചി ഇത് എങ്ങനെയാണ് ഈ മുയലിൻ്റെ ഒക്കെ ഒരു പരിചരണം, എങ്ങനെയാണ് അതിന്? മുയലിൻ്റെ പരിചരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുയലിനെ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞ് 28 ദിവസം കഴിഞ്ഞാണ് കുഞ്ഞുണ്ടാവുന്നത്. കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ നമ്മൾ ആ കുഞ്ഞിനെ എടുത്ത് അടുത്ത ബോക്സിൽ വെച്ച് ലൈറ്റൊക്കെ ഇട്ട് അവിടെ വയ്ക്കും. 2-3 പ്രാവശ്യം പാൽ കുടിപ്പിക്കും. അത് കഴിയുമ്പോൾ ഒരു 14 ദിവസം കഴിഞ്ഞ് കുഞ്ഞ് കണ്ണ് തെളിച്ച് കഴിയുമ്പോൾ അമ്മയുടെ കൂടെ തന്നെ അവരിട്ടേക്കും. ഭക്ഷണമൊക്കെ എങ്ങനെയാണ് നിങ്ങൾ? അവർക്ക് നമ്മൾ നല്ല പുല്ല്, നമ്മുടെ പറമ്പിലുള്ള സൈസ് പുല്ല്, തീറ്റ, അപ്പയൊക്കെ കൊടുക്കും. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പെല്ലറ്റ് കൊടുക്കും. കടലക്കൊപ്ര, ഗോതമ്പ് തവിടൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കും. 3 നേരമാണ് തീറ്റ കൊടുക്കുന്നത്. പിന്നെ എല്ലാ ദിവസവും രാവിലെ തന്നെ കൂട് ക്ലീൻ ചെയ്യും. അങ്ങനെ കൂട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതിനകത്ത് പുഴുവൊക്കെ ഉണ്ടാവും. ഈ കൂട്ടിൽ സ്റ്റീലിൻ്റെ ഒരു ചെറിയൊരു കൂട് പോലെ ഉണ്ടല്ലോ, ഇതിലാണോ തീറ്റ? ഇതിനകത്ത് ഫുഡ് ഇട്ട് കൊടുക്കണത് നമ്മൾ ഈ ഇതൊക്കെ വേവിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, ഗോതമ്പ് തവിടും കടലക്കൊപ്രയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെയുള്ള സാധനം ഇതിൽ വെച്ച് കൊടുക്കും. ഇതതിൻ്റെ വേസ്റ്റ് എടുത്ത് കാണാൻ പാത്രം. ഇതിനകത്ത് വെള്ളം വെച്ച് കൊടുക്കും. ഇതിൻ്റെ ഇനങ്ങളെക്കുറിച്ചൊക്കെ അറിയാമോ? ഇത് സോവിയറ്റ് ചിഞ്ചില എന്ന് പറഞ്ഞ ഇനമാണ്. താഴെ കിടക്കുന്നതോ ചെമ്മരിയാടിൻ്റെ പോലെ ഉണ്ടല്ലോ. എല്ലാം സോവിയറ്റ് ചിഞ്ചില എന്ന ഇനത്തിൻ്റെ തന്നെ വെറൈറ്റികളാണിത്. ഇതിൽ ബ്ലാക്ക് ഉണ്ട്, ഇതുപോലെ ഗ്രേ കളർ ഉണ്ട്, ഇതുപോലെ വേറെ കളറുകളുള്ള ഉണ്ട്, വൈറ്റ് ഉണ്ട്, റെഡ് ഐ ഉള്ളതുണ്ട്, ബ്ലാക്ക് ഐ ഉള്ളതുണ്ട്. എല്ലാം ഇത് തന്നെയാണ്. 5 കിലോ തൂക്കം വരെ വയ്ക്കും. നമ്മളിതിന് ശരിക്കും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വേറെ അസുഖങ്ങളൊന്നും വരുമൊന്നുമില്ല. മുയലുകളെ വിൽപ്പനയ്ക്കാണോ അതോ കുഞ്ഞുങ്ങളെയാണോ, എങ്ങനെയാണത്? സെയിൽസ് കൗണ്ടർ ത്രൂ നമ്മൾ വിൽപ്പന നടത്തുന്നുണ്ട്. കുഞ്ഞുങ്ങളെയും കൊടുക്കുന്നുണ്ട്, അല്ലാതെ പെയറായിട്ട് കർഷകർ വന്ന് ചോദിച്ചാൽ അങ്ങനെയും കൊടുക്കുന്നുണ്ട്. ഈ കോഴികളുടെയും താറാവിൻ്റെയും മുയലിൻ്റെ ഒക്കെ കൂടാതെ ഇവിടെ പശുക്കളെയും വളർത്തുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ തൊഴുത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരം കൊണ്ട് ഇങ്ങനെ റാക്ക് പോലെ 2 സൈഡിൽ വെച്ചിട്ട് അവിടെ ഇവരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് പേര് വായിച്ചു നോക്കാട്ടോ. അമ്മു വെച്ചൂര്, നാടൻ കമല, കൺമണി, മിന്നൂസ്, കനകം എന്നൊക്കെ പേരിട്ടാണ് കേട്ടോ ഈ പശുക്കളെ ഇങ്ങനെ ഇവർ ഇനം തിരിച്ച് ഇവിടെ വളർത്തുന്നത് കേട്ടോ. അപ്പോൾ പശുവിൻ്റെ മുമ്പിൽ യഥേഷ്ടം അവർക്ക് കിട്ടത്തക്ക രീതിയിൽ പുല്ലും ഒക്കെ വെട്ടി അരിഞ്ഞ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കിടാവൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ കിടാവിൻ്റെ അടുത്ത് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ തലോടുമ്പോഴൊക്കെ അത് ഇങ്ങനെ നല്ല ഇണക്കമുണ്ട് കേട്ടോ. ഇവിടെ ചേച്ചി നിൽക്കുന്നുണ്ട്. നമുക്ക് ചേച്ചിയോട് ചോദിച്ചു നോക്കാം കേട്ടോ എൻ്റെ പരിചരണമൊക്കെ. ചേച്ചിയാണോ ഇവിടെ ഈ പശുക്കളെയൊക്കെ നോക്കുന്നത്? അതെ. എന്താ ചേച്ചിയുടെ പേര്? എൻ്റെ പേര് പാത്തുമ്മ. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിചരണ രീതി, അതൊന്ന് പറഞ്ഞു. രാവിലെ വന്ന് നമ്മൾ ചാണാനൊക്കെ കോരി എല്ലാവരും തേച്ചുരുമ്പ് കുളിപ്പിച്ച് കറക്കാനുള്ളവരെ കറന്ന് പിന്നെ പുല്ലിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് വെള്ളം കൊടുക്കും, വീണ്ടും പുല്ലിട്ട് കൊടുക്കും. പിന്നെ ഉച്ചയ്ക്ക് 3 മണിക്ക് കറക്കും. ഭക്ഷണമൊക്കെ എന്തൊക്കെയാണ്? പുല്ലും പിന്നെ കറക്കണവർക്ക് ഇച്ചിരി തവിടും കൊടുക്കും, അല്ലാത്തവർക്ക് കാലിത്തീറ്റും തവിടും കൊടുക്കും. ഇപ്പം നമ്മൾ ഈ ഓരോ പശുക്കളെയും ഇങ്ങനെ നിർത്തിയിരിക്കുന്നതിൻ്റെ മുന്നിലായിട്ട് പുല്ലൊക്കെ ഇട്ട് കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. വെള്ളം എങ്ങനെയാണ്? ഫിൽറ്റർ വഴി വെള്ളം അവർക്ക് കുടിക്കാനുള്ള വെള്ളം വരുന്നുണ്ട്. അവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടോ? നമുക്ക് കാണാൻ പറ്റുമോ? അത് താഴെ തൊഴുത്തിൽ കാണാൻ പറ്റും. ഇവിടെ ഇല്ല, ഇത് പഴയ തൊഴുത്താ, പുതിയ തൊഴുത്ത്. ഓ, ഇതല്ലാണ്ട് വേറെ തൊഴുത്തുണ്ടോ? താഴെ എത്ര പശുക്കളുണ്ട്? മൊത്തം 35 എണ്ണം ഉണ്ട്. ഏതൊക്കെ ഇനത്തിലുള്ളതാണ്? കാസർഗോഡ് ഉള്ളനുണ്ട്, ബെച്ചൂരുണ്ട്, നാടനുണ്ട്, പിന്നെ കുട്ടമ്പുഴ കുള്ളനുണ്ട്. ഇവരെയൊക്കെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ വിളിക്കുമോ? പേരെല്ലാരും വിളിക്കും. രാവിലെ നമ്മളെല്ലാം അവരോട് വർത്താനം പറഞ്ഞ് കുളിപ്പിച്ച്. പേര് വിളിച്ചാൽ അവരെങ്ങനെയാ റെസ്പോൺസ്? അവർക്കറിയാം. വിളിക്കുമ്പോൾ തന്നെ മിണ്ടാണ്ടിരിക്കടി മീനൂട്ടി എന്ന് പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കും. അമ്മു എന്ന് വിളിക്കുമ്പോൾ അവർക്കറിയാം. ഓരോരുത്തരെയും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അറിയാം. ശരി, അത് കൊള്ളാട്ടോ. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും പേരുണ്ട്. ഈ കിടാവിന്റെ പേരെന്താ? ഇതിന്റെ പേര് കാശി. കാശി. അപ്പം നമ്മൾ ഇപ്പം കണ്ട കിടാവിന് വരെ ഇവിടെ പേരിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം പേരൊക്കെ വിളിച്ചാണ് അവരിവിടെ ഈ കിടാവിനെയും പശുവിനെയും ഒക്കെ അവർ പരിചരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കണ്ട ഈ ഒരു തൊഴുത്ത് കൂടാതെ മറ്റൊരു തൊഴുത്ത് കൂടിയുണ്ട് കേട്ടോ. അതിവിടെ നിന്ന് ഏകദേശം ഒരു 10-20 മീറ്റർ അല്ലെങ്കിൽ ഒരു 50 മീറ്റർ അടുത്താണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അത് കാണാനായിട്ട്. ആധുനിക ഗോശാല.
ഓ, അങ്ങനെയൊക്കെ പേരൊക്കെ ഉണ്ടോ? അപ്പൊ ഇതിന്റെ പേരെന്താ? ഇത് സാധാ നമ്മുടെ പഴയ നേരത്തെ ഉണ്ടായിരുന്ന തൊഴുത്താ. ഇപ്പൊ പുതിയത് പണിതേക്കുന്നത് അതിനാണ് ആധുനിക ഗോശാല. ഗോശാല. വെള്ളമൊക്കെ നമുക്ക് അവർ കുടിക്കണനുസരിച്ച് വെള്ളം ഫിൽറ്ററിൽ വന്നോണ്ടിരിക്കും, തന്നെ വന്നോണ്ടിരിക്കും. ഇത് ഈ കിടാവിനെയൊക്കെ കുഞ്ഞുങ്ങളെ പുല്ലിട്ട് കൊടുക്കാൻ കിട്ടിയേക്കണത് വേറെ സെപ്പറേറ്റ് കിട്ടിയേക്കണത്. വൈകുന്നേരം അങ്ങോട്ട് കൊണ്ടേ കിട്ടും. ഇതിനെ കഴിച്ചു വിടുമോ മേയാനായിട്ട്? കുറച്ചു നേരം കഴിച്ചു വിടും. എല്ലാവരും അഴിച്ചു വിടാനുള്ള സൗകര്യം ഇല്ല. എത്ര എണ്ണാണ് പറഞ്ഞത്? 35 എണ്ണം. എല്ലാം പശുക്കളാണോ ഈ മൂരിക്കൂട്ടം? അവിടെ നിന്ന് നമ്മൾ കണ്ടത് മൂരിക്കൂട്ടനല്ലേ? അത് കണ്ടത് മൂരിക്കുട്ടനാ. മൂരികളെ എങ്ങനെയാണ് അവിടെ നിർത്താറുണ്ടോ? ഇല്ല, കുറെ കൊടുക്കും. എല്ലാവരും അങ്ങനെ നിർത്താൻ പറ്റില്ലല്ലോ. ഈ അടുത്ത മാസം ലേലം ഉണ്ട്. അന്നേരം നമ്മള് അതിന്റെ തൂക്കത്തിനനുസരിച്ച് വിലയിട്ട് കൊടുക്കും. ഇപ്പം ഇവിടെ ആധുനിക ഗോശാല എന്നാണ് കേട്ടോ അതിന് പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ നടന്ന് ഈ ആധുനിക ഗോശാലയിൽ എത്തിയിട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ഗേറ്റൊക്കെ വെച്ച് അത് മറച്ചേക്കാണ്. അപ്പോൾ നമ്മൾ ആ അകത്തേക്ക് കയറുകയാണേ. അത് നമ്മുടെ സാധാരണ തൊഴുത്തൊക്കെ പോലെ തന്നെ ആണെങ്കിൽ പോലും ഓപ്പൺ ആയിട്ടുള്ള തൊഴുത്താണ് കേട്ടോ. ഒറിജിനൽ വെച്ചൊരു അപ്പു മൂരിയാണ്. ഇത് കാസർഗോഡ് ഉള്ളൻ എൻ്റെ കുഞ്ഞ്. ഇത് മറ്റേ കാസർഗോഡ് ഉള്ളൻ്റെ കുഞ്ഞ് തന്നെയാണ്. ഇവർക്കൊന്നും പേരില്ലേ? പേരുണ്ട്. ഇവന്റെ പേര് മിച്ചു. 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 ഇത് വിച്ചു. ആരാ പേരിടുന്നേ? പേര് ഇവിടെ മാഡം പേര് പറഞ്ഞു തരും. പിന്നെ കുറെയൊക്കെ ഞങ്ങളിടും. ഇവന്റെ പേര് നന്ദു മിലൻ. ഇത് സുന്ദരി. വെച്ചൂരിന്റെ കുഞ്ഞാണ്. നമ്മുടെ ഒറിജിനൽ വെച്ചൂർ ഇവിടെ ക്രോസ് ചെയ്തുണ്ടായ കുഞ്ഞാണ്. പിന്നെ ഇത് അച്ചു. അത് കാസർഗോഡ് ഉള്ളൻ. ഇത് സൂര്യ. വെച്ചൂരിന്റെ ആദ്യത്തെ കുഞ്ഞ്. മുഖം മേടിച്ചിട്ട് ആദ്യം കുഞ്ഞുണ്ടായത് ക്രോസ് ചെയ്തുണ്ടായ. ഈ കാണുന്നതിലാണ് ഈ വെള്ളം നിറയുന്നത് അല്ലേ? അപ്പൊ ഇത് നമ്മൾ മാറ്റേണ്ട ആവശ്യമൊന്നും. രാവിലെ ക്ലീൻ ചെയ്ത് നമ്മൾ കുളിപ്പിക്കുമ്പോൾ ക്ലീൻ ചെയ്ത് നിർത്തും. അത് കഴിഞ്ഞ് വെള്ളം തന്നെ നിറഞ്ഞുകൊണ്ടിരിക്കും. കുടിക്കണ അനുസരിച്ച്, ദാഹിക്കണ അനുസരിച്ച് അത് കുടിക്കും. അന്നേരം അതുപോലെ വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ വെള്ളത്തിൽ കലക്കി മറ്റുള്ള അങ്ങനെയൊന്നും കൊടുക്കാറില്ല? ഇവിടെ കൊടുക്കണില്ല. മുകളിൽ കറക്ക് പശുക്കൾക്ക് മാത്രമേ കൊടുക്കണുള്ളൂ. നിങ്ങളൊന്നും കറപ്രായമില്ല അല്ലേ? ഇല്ല, അതില് ക്രോസ് ചെയ്ത് നിർത്തിയേക്കണത് അപ്പുറത്തുണ്ട്. ഇവിടെ ഈ രാവും പകലും ആളുണ്ടാവും? രാത്രി വാച്ച്മാന്മാരുണ്ട്, ഡ്യൂട്ടിക്കുണ്ട്. പ്രസവിക്കാറൊക്കെ ചെയ്യുമ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രാത്രി നോക്കും. രാത്രി നമ്മൾ എന്താ പ്രസവിക്കുകയൊക്കെ ആണെങ്കിൽ രാത്രി വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഡോക്ടറെ നമ്മൾ വിളിച്ചാൽ വരും. ഇവിടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ വരും. ക്രോസ് ചെയ്യാനും അവരാ വന്നത്. അപ്പം ഇവിടെ ഈ നേരത്തെ പറഞ്ഞ പോലെ വെള്ളമൊക്കെ താനെ നിറയുന്ന ജല സംവിധാനമാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ സമയത്തും ഇവിടെ ഇവർക്ക് യഥേഷ്ടം പുല്ലുമൊക്കെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഏകദേശം 250 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ജില്ലാ കൃഷിത്തോട്ടം നേര്യമംഗലത്തിലെ വളരെ കുറച്ച് ഭാഗമാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത്. ഇനിയും ഔഷധ സസ്യങ്ങളുടെ പരിപാലന യൂണിറ്റ് ഉണ്ട്, അതുപോലെ ആടുകളെ വളർത്തുന്ന സ്ഥലം, അങ്ങനെ നിരവധി സ്ഥലങ്ങൾ ഇനിയും നമ്മൾക്ക് കാണാനായിട്ട് ബാക്കിയുണ്ട്. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഏകദേശം കഴിയാറായി. അപ്പോൾ നമുക്ക് ജില്ലാ കൃഷിത്തോട്ടം നേര്യമംഗലത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നാളെ വൈകുന്നേരം ഇതേ സമയത്തുള്ള കാർഷിക ജീവനത്തിൽ കേൾക്കാം. അറിയാം ഔഷധ സസ്യങ്ങളെ. ഇന്ന് ഈ പരമ്പരയിൽ നീലയമരിയെക്കുറിച്ച് ഓടക്കാലി ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ അൻസി ജോസഫ് സംസാരിക്കുന്നു. പ്രകൃതിദത്തമായ നീലം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചെടിയാണ് നീലയമരി. ഇതിൻ്റെ ഇലയും വേരുകളും ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. മുടി വളരുന്നതിനും മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നതിനും അകാല നര തടയുന്നതിനും നീലയമരിയുടെ ഇല എണ്ണ കാച്ചി തേക്കുന്നത് വീടുകളിൽ ഗൃഹവൈദ്യത്തിൽ ഒക്കെ വളരെ സാധാരണയാണല്ലോ. നീലഭൃംഗാതി എണ്ണ, നീല തുളസിയാതി തൈലം, നീല തുളസിയാതി കഷായം തുടങ്ങിയവ ഉൾപ്പെടെ വിവിധ ആയുർവേദ ഔഷധങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നീലയമരി മുടി വളർച്ചയ്ക്കും വിഷകര ഗുണത്തിനും പേരുകേട്ട ചെടിയാണ്. വിപണി ആവശ്യത്തിനും ഗൃഹവൈദ്യത്തിനും ഇത് കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ്. ഇതിൻ്റെ ഇലകൾ വളരെ ചെറുതും നീല കലർന്ന പച്ച നിറത്തോടു കൂടിയതുമാണ്. ജൈവാംശവും നിർവാസിച്ചയുമുള്ള മണ്ണിൽ നന്നായിട്ട് വളരും. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് വിത്ത് പാകാൻ നല്ലത്. തീരെ ചെറിയ വിത്തായതിനാൽ 2-3 ഇരട്ടി മണലുമായി കലർത്തി പാകുകയാണ് സാധാരണ ചെയ്യുക. വിത്ത് പാകിയ ശേഷം തവാർണയിൽ പുതയിട്ട് നനച്ചു കൊടുക്കണം. 80 തൊട്ട് 90% വരെ വിത്തുകൾ മുളച്ച് കിട്ടും. 1-2 ആഴ്ച എടുക്കും വിത്തുകൾ മുളച്ചു വരാൻ.
1.5 മാസം പ്രായമായ തൈകൾ 50 സെന്റിമീറ്റർ അകലത്തിൽ കൃഷിസ്ഥലത്തേക്ക് മാറ്റി നടാവുന്നതാണ്. അടിവളമായി ഏക്കർ 1-ന് 2 മുതൽ 4 ടൺ വരെ കാലിവളം അവസാന ഉഴവോടുകൂടി മണ്ണിൽ ചേർത്ത് കൊടുക്കാം. ചാണകത്തിന് പുറമെ ഏതാണ്ട് 40 കിലോയിലും എല്ലുപൊടി, 200 കിലോ വേപ്പിൻ പിണ്ണാക്ക് തുടങ്ങിയവയും മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് ചെടികൾ നന്നായി വളരാൻ സഹായിക്കും. 2 ആഴ്ച കൂടുമ്പോൾ നൈട്രജൻ അടങ്ങിയ രാസവളങ്ങൾ ചേർത്ത് കൊടുക്കുന്നതും അസോസ്പൈറിലം, അസ്റ്റോബാക്ടർ തുടങ്ങിയ ജീവാണു വളങ്ങൾ കാലിവളത്തോടൊപ്പം ചേർത്ത് കൊടുക്കുന്നതും വളർച്ചയ്ക്ക് നല്ലതാണ്. മഴയില്ലാത്ത സമയങ്ങളിൽ നനയ്ക്കണം. സില്ലിഡ് വർഗത്തിൽപ്പെട്ട ചെറു പ്രാണികളാണ് നീലമരി കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന കീടം. ചെടിയുടെ തണ്ടിലും ഇലകളുടെ അടിവശത്തും ഈ പ്രാണികൾ നീരുറ്റി കുടിക്കുന്നു. ഇലകൾ മഞ്ഞ നിറമാകുകയും ഇളം തളിരുകളും ഇലകളും ഉണങ്ങി കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ഇവയെ നിയന്ത്രിക്കാനായി സസ്യജന്യ കീടനാശിനികൾ ഉപയോഗിക്കാം. 3% വീര്യമുള്ള വേപ്പിൻ കുരുസത്തോ 2% വീര്യമുള്ള വേപ്പെണ്ണ മിശ്രിതമോ ഉപയോഗിക്കാം. തൈകളെ ബാധിക്കുന്ന ചുവട് ചീച്ചലാണ് സാധാരണ മഴക്കാലത്ത് കണ്ടുവരാറുള്ള ഒരു രോഗം. ഇത് നിയന്ത്രിക്കാൻ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. കൃഷിസ്ഥലത്ത് നട്ട് 2-3 മാസം കഴിയുമ്പോഴേക്കും ചെടികൾ പുഷ്പിക്കാൻ തുടങ്ങും. ഇങ്ങനെ പൂക്കാൻ തുടങ്ങുമ്പോഴേക്കും 30 സെന്റിമീറ്റർ ഉയരത്തിൽ വെച്ച് ചെടികൾ മുറിച്ചെടുക്കണം. വിളവെടുത്ത ശേഷം നനയ്ക്കുകയും നൈട്രജൻ അടങ്ങിയ വളങ്ങൾ ചേർത്ത് കൊടുക്കുകയും വേണം. 2-3 മാസം ഇടവിട്ട് 30 സെന്റിമീറ്റർ ഉയരത്തിൽ വെച്ച് ചെടികൾ മുറിച്ചെടുക്കാം. ഇപ്രകാരം വർഷത്തിൽ 4-5 തവണ വരെ വിളവെടുക്കാം. 2 വർഷത്തിന് ശേഷം വേരോടെ വിളവെടുത്ത് വേരും മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. പച്ചയിലയാണ് എണ്ണ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. വിളവെടുത്താൽ ഏതാണ്ട് 8 മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കുന്നതാണ് ഔഷധ ഗുണത്തിന് ഏറ്റവും മെച്ചം. ഇല ഉണക്കി പൊടിച്ച് ഹെന്നയ്ക്കൊപ്പം മുടി കറുപ്പിക്കുന്നതിന് ഉപയോഗിക്കാം. കായകൾ ഉണ്ടായാൽ അത് മൂപ്പെത്തുന്നതിന് ഏതാണ്ട് 1 മാസം എടുക്കും. ഓരോ നീണ്ട കായയിലും 6 തൊട്ട് 12 വരെ വിത്തുകളുണ്ടാവും. വിത്തുകൾ വളരെ ചെറുതാണ്. കുമിൾ രോഗബാധയുണ്ടായാലും കീടശല്യം ഉണ്ടായാലും വിത്തിൻ്റെ ഗുണം കുറയും. മൂപ്പെത്തിയ കായകൾ ശേഖരിച്ച് വെയിലത്തുണക്കണം. ഉണങ്ങിയ കായകൾ പൊട്ടിച്ച് വിത്ത് ശേഖരിച്ച് വീണ്ടും ഈ വിത്ത് തണലിൽ ഉണക്കണം. ഇപ്രകാരം ഉണങ്ങിയ വിത്തുകൾ ഏതാണ്ട് 1 വർഷത്തോളം കിളിർപ്പ് ശേഷി കുറയാതെ സൂക്ഷിക്കാവുന്നതാണ്. പ്രകൃതിദത്ത ഹെയർ ഡൈ ചേരുവ എന്ന നിലയിൽ ആവശ്യകത കൂടി വരുന്ന ഒരു വിളയാണിത്. നീലയമരിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഓടക്കാലി ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ അൻസി ജോസഫ്. ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ. സഹകരണം യാമിനി ദിലീപ് കുമാർ. കാർഷിക ജീവനം. കൃഷി അറിവുകളും അനുഭവങ്ങളും